നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന NIA. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നുവെന്നാണ് NIA വെളിപ്പെടുത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിനെതിരായ കേസ് പരിഗണിക്കുന്ന ഡൽഹി പാട്യാല ഹൗസ് കോടതിയിലാണ് NIA ഇക്കാര്യം പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ അതിശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. NIAയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യയെ ഭയപ്പെടുത്തുന്നത് തന്നെ. ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിനിറങ്ങിയാൽ ഇന്ത്യയുടെ ശ്രദ്ധ വടക്കൻ പ്രദേശത്തായിരിക്കുമെന്നും ആ സമയത്ത് തെക്ക് നിന്ന് ആക്രമിച്ച് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും പോപ്പുലർ ഫ്രണ്ട് വിശ്വസിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ക്ലാസുകളിൽ ഇക്കാര്യം അവർ അണികളെ പഠിപ്പിച്ചിരുന്നുവെന്നും NIA വ്യക്തമാക്കുന്നു. ഇക്കാര്യം ഒരു സംരക്ഷിത സാക്ഷി മൊഴിയായി നൽകിയിട്ടുണ്ട് എന്ന് NIA കോടതിയെ അറിയിച്ചു. ഇന്ത്യയിൽ ഇസ്ലാം മതം അപകടത്തിലാണ് എന്ന പ്രചരണം നടത്തി ഹിന്ദുക്കൾക്കെതിരെ ശത്രുതയും വിദ്വേഷവും വളർത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം. ഇത്തരം പ്രചരണങ്ങളിൽ വഴങ്ങുന്ന മുസ്ലിം യുവാക്കളെ കണ്ടെത്തുകയും അവരെ പിന്നീട് ജിഹാദിൽ പങ്കെടുക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും. തുടർന്നിവരെ തീവ്രവാദികളാക്കി മാറ്റും. ISൽ ചേരാനും ഇന്ത്യയിൽ ഖിലാഫത്തും ശരിയത്ത് നിയമവും സ്ഥാപിക്കാനും PFI അംഗങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു നേതാക്കളെന്നാണ് ഇപ്പോൾ NIA അറിയിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക രേഖകളനുസരിച്ച് ബോംബ് നിർമ്മാണം ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള വസ്തുക്കളടങ്ങിയ രേഖകൾ, കയ്യിൽ പിടിക്കാവുന്ന മറൈൻ റേഡിയോ സെറ്റുകൾ, IS അനുകൂല വീഡിയോകളുള്ള പെൻ ഡ്രൈവുകൾ, വെടിമരുന്ന്, ആയുധങ്ങൾ എന്നിവ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് NIA കോടതി അറിയിച്ചു. രണ്ട് തലത്തിൽ വേണം ഈ വാർത്തയെ നമ്മൾ സമീപിക്കാൻ. ഒരു വശത്ത് പാകിസ്ഥാനിന്റെ ഇന്ത്യയോടുള്ള ശത്രുത മനോഭാവം. പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് മറ്റു ചില വെളിപ്പെടുത്തലുകളും NIA നടത്തി. അയൽ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി കേഡർമാർക്ക് പരിശീലനം നൽകാൻ അവർ ശ്രമിച്ചിരുന്നു. ISൽ നിന്ന് തന്ത്രങ്ങൾ പഠിക്കാൻ സിറിയയിലേക്ക് കേഡർമാരെ അയച്ചു. RSS, BJP, VHP നേതാക്കളുടെ പട്ടിക സൂക്ഷിക്കുകയും അവരെ നിരീക്ഷിക്കാൻ പ്രത്യേക ഹിറ്റ് സേനയെ ഏൽപ്പിക്കുകയും ചെയ്തു. രാജ്യത്തുടനീളം 1300-ലധികം PFIക്കാർക്കെതിരെ അന്വേഷണ ഏജൻസികൾ വിവിധ ക്രിമിനൽ കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയോട് വച്ചു പുലർത്തുന്ന ശത്രുത മനോഭാവം ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യണം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന NIAയുടെ വെളിപ്പെടുത്തൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി നമ്മൾ ചേർത്ത് വായിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയ് മാസത്തിൽ നടന്ന സൈനിക സംഘർഷത്തിനിടെ പാകിസ്ഥാന് ദൈവിക സഹായം ലഭിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ അസിം മുനീർ പറയുന്നത്. ഇന്ത്യയുമായി 4 ദിവസം നീണ്ടുനിന്ന സൈനിക സംഘർഷത്തിനിടെ ഇന്ത്യക്കെതിരെയുള്ള തിരിച്ചടിയിൽ ദൈവിക ഇടപെടലുണ്ടായി എന്ന് അസിം മുനീർ പറയുന്നു. ഡിസംബർ ആദ്യവാരം ഇസ്ലാമാബാദിൽ നടന്ന ഒരു മതസമ്മേളനത്തിലാണ് പാക് സൈനിക മേധാവി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. 1400 വർഷങ്ങൾക്ക് മുൻപ് അറേബ്യൻ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് സങ്കല്പിക്കപ്പെടുന്ന രാജ്യവുമായി പാകിസ്ഥാനെ അസിം മുനീർ താരതമ്യം ചെയ്തു. ഇപ്പോഴത്തെ സൗദി അറേബ്യയാണ് ആ രാജ്യം. ലോകത്ത് 57 മുസ്ലിം രാജ്യങ്ങളുണ്ടെന്നും അവയിൽ പുണ്യനഗരങ്ങളായ മക്കയും മദീനയും സംരക്ഷിക്കുന്നതിന് ബഹുമാനം ദൈവം നൽകിയെന്നും അസിം മുനീർ പറയുന്നു. ഒരു വശത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ, മറുവശത്ത് ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇന്ത്യയുടെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന നുഴഞ്ഞുകയറ്റവും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളും. ഇതിനിടയിൽ യഥാർത്ഥ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്നുവെന്ന വസ്തുതയാണ് നമ്മെ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തുന്നത്. പാകിസ്ഥാന്റെ സർവ്വസൈനിക മേധാവിയായ അസിം മുനീറിന് സൗദി അറേബ്യൻ സർക്കാർ കിങ് അബ്ദുൾ അസീസ് മെഡൽ സമ്മാനിച്ചു. സൗദിയുടെ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ റിയാദിൽ മുനീറിന് ഈ സുപ്രധാന അവാർഡ് സമ്മാനിച്ചു. സൗദി അറേബ്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയാണിത്. സമീപമാസങ്ങളിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുമെന്ന് അസിം മുനീർ പറയുന്നു. നേരത്തെ പരസ്പരം സംരക്ഷിക്കുമെന്ന ഒരു കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ പാകിസ്ഥാൻ സൈന്യത്തിന് അവരുടെ പേരിൽ പോരാടാൻ കഴിയുന്ന തരത്തിൽ സൈന്യവുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കുക എന്നതാണ് സൗദി അറേബ്യയുടെ ലക്ഷ്യം. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടത്. നാറ്റോ ശൈലിയിലുള്ള ഒരു പ്രതിരോധ ഉടമ്പടി. ഇരു രാജ്യത്തിന് നേർക്കുമുള്ള ഏതെങ്കിലും ഒരു ബാഹ്യ ആക്രമണമുണ്ടായാൽ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പൊതുശത്രുവിനെതിരെ പൊരുതുമെന്നാണ് ഈ കരാർ പറയുന്നത്. ചുരുക്കത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ എന്തുകൊണ്ട് ഇന്ത്യ ഇത്ര ശക്തമായ നടപടിയെടുത്തു എന്നതിൻ്റെ കൃത്യമായ വിശദീകരണമാണ് ഇന്ന് NIA ഡൽഹി പട്യാല കോടതിയിൽ നൽകിയത്. എല്ലാ കാലത്തും ഇന്ത്യ നേരിടുന്ന ഒരു മുഖ്യ പ്രതിസന്ധി ഇതുതന്നെയാണ്.
രാജ്യത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കൾ. ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ ഇത്തരം പല വസ്തുതകളും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഉത്തർപ്രദേശിലും ഹരിയാനയിലും ജമ്മു കാശ്മീരിലുമായി പടർന്നു കിടന്നിരുന്ന വലിയൊരു ഭീകര ശൃംഖലയാണ് രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ ഈ അടുത്ത കാലത്ത് നിർവീര്യമാക്കിയത്. പോപ്പുലർ ഫ്രണ്ട് ഇതേ മോഡലിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അത്യന്തം ഭയാനകമായിരുന്നേനെ ഇവിടുത്തെ സ്ഥിതിവിശേഷം. കൂടുതൽ ജാഗ്രതയോടെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടരുകയാണ് കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.